നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് വയ്യാതെ കിടക്ക്. പുറത്തുനിന്ന് വന്നവരെ കാണാനുള്ള മാനസികാവസ്ഥയിലല്ല അവളിപ്പോ. അതെല്ലാം ഞങ്ങൾക്കറിയാം. മഞ്ചാടി മോളോട് ക്ഷമ ചോദിക്കാനും അവളെ ആശ്വസിപ്പിക്കാനുമാണ് ഞങ്ങളിപ്പോൾ വന്നത്. ജീവൻ രാജിന്റെ അച്ഛനും അമ്മയാണല്ലേ? അതെ. പണ്ടൊക്കെ ജീവന്റെ അച്ഛനും അമ്മയല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് അഭിമാനമായിരുന്നു. പക്ഷെ അവന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ട് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? അവന് വേണ്ടി മാപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. മക്കൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ ഏതൊരു മാതാപിതാക്കൾക്കും അവകാശമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റ് മാപ്പ് അർഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അവനോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് ഇവിടെയുള്ള ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിൽക്കണമെന്നില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം മാഷേ. അതിനൊരളവും ഞങ്ങൾ ചോദിക്കുന്നില്ല. കോടതി അവനെ ശിക്ഷിച്ചോട്ടെ, എങ്കിലേ അവൻ നന്നാവും. പക്ഷേ മഞ്ചാടിയുടെയും അവളുടെ കുടുംബത്തിന്റെയും ശാപമേറ്റ ഞങ്ങളുടെ മകൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അവൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല മാഷെ. അവൻ ശരിക്കൊരു പാവമായിരുന്നു. പഠിക്കാനും മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ മിടുക്കനായിരുന്നു. നാട്ടിലും കോളേജിലും ഒക്കെ അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു എന്ന് മഞ്ചാടി മോൾക്ക് തന്നെ അറിയാം. എന്നുവെച്ചാ അവളെ പരിചയപ്പെട്ട ശേഷം നിങ്ങളുടെ മകൻ മോശമായി പോയിന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ല. അവനേതോ കൂട്ടുകെട്ടിലേക്ക് വഴിമാറി. എന്റെ അന്വേഷണത്തിൽ ഏതോ ഒരു മയക്കുമരുന്ന് ലോബിയാ അവനെ വഴിതെറ്റിച്ചത്. കോളേജിൽ ജീവൻ രാജിനുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി ക്യാമ്പസിനകത്ത് ലഹരി വിൽക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങളുടെ മകനുണ്ടായില്ല. അതോടെ അവനെ ഞങ്ങൾക്ക് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെ കൈവിട്ടു പോകുന്നത് സങ്കടമുള്ള കാര്യം തന്നെ. അവൻ തെറ്റുകളൊക്കെ തിരുത്തി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനുണ്ടായ അപമാനം, മരണത്തിന്റെ വക്കിൽ നിന്നും എന്റെ മോളെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ അവളുടെ അച്ഛനും കൂടപ്പിറപ്പുകൾ അനുഭവിച്ച ദുഃഖവും ദുരിതവും, അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയേക്കാൾ 100 ഇരട്ടി വലുതാ. അറിയാം. അതിനെന്ത് പ്രായശ്ചിത്വം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നത്. എന്ത് പ്രായശ്ചിത്തം? നഷ്ടപരിഹാരം തന്ന ഇതിന്ന് കൈ കഴുകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനെ ഒരു വാക്ക് ഇവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാ ആട്ടി ഇറക്കേണ്ടി വരും ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നേ? പറയാനുള്ളത് പറഞ്ഞില്ലേ? ഇനി പോകാൻ പറയാച്ചാ. നമ്മളായതുകൊണ്ട് ഇത്രയും കേട്ടോണ്ട് നിന്നത്. ഒന്നുകൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മാഷേ, അതിന് കണക്ക് പറഞ്ഞ് കടം തീർക്കാൻ മാത്രം നെറിയില്ലാത്തവരല്ല ഞങ്ങൾ. ഞങ്ങൾ ആരെന്നറിഞ്ഞ ആ നിമിഷം ഞങ്ങളെ ആട്ടിയിറക്കുന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാ ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്. ഒരു അപേക്ഷ കൂടിയുണ്ട്. മഞ്ചാടി മോളെ ഒന്ന് കാണാൻ ഞങ്ങളെ അനുവദിക്കണം. ഇല്ല, നടക്കില്ല. കണ്ണീര് കാണിച്ച് അവളുടെ മനസ്സ് മാറ്റാന്നായിരിക്കും. അച്ഛാ, സമ്മതിക്കരുത്. അതെ അച്ഛാ, മഞ്ചാടിക്ക് ഇവരെ കാണാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. വെറുതെ എന്തിനാ അവളെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? മഞ്ചാടിക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. ജീവന്റെ അച്ഛനെയും അമ്മയും അവൾക്കറിയാം. ദയവ് ചെയ്ത് ഞങ്ങൾ വന്ന കാര്യം അവളെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. മക്കൾ ചെയ്യുന്ന തെറ്റിന് അച്ഛനമ്മമാരെന്ത് പിഴച്ചു? മഞ്ചാടി മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരവളെ കണ്ടിട്ട് പോയിക്കോട്ടെ. അച്ഛാ, അനുമോളെ, നീ ചെന്ന് മഞ്ചാടിയോട് ചോദിക്കും. ഇരിക്കാം. അവര് പറഞ്ഞൊക്കെ കേട്ടല്ലോ. കേട്ടു. അവരോട് ഇനി പോയിക്കോളാൻ പറയട്ടെ.
വേണ്ട. അവർക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. മോളെ മഞ്ചാടി